അടുത്തൊരു കൺസെപ്റ്റാണ് എൽസിഫ് ലാഡർ. ഈ ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഏണിയിലെ ഒരു ഏണീൻ്റെ കൺസെപ്റ്റ് എന്താ? ഏണിയിൽ ഒരുപാട് പടികളുണ്ടാവും. അതാണ് ഏണീൻ്റെ കൺസെപ്റ്റ്. നമുക്ക് ഈ ലാഡറുമായിട്ടൊന്ന് ഒന്ന് കൂട്ടുപിടിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. നമ്മളൊരു ലാഡർ നമ്മുടെ വീട്ടിൻ്റെ ടെറസിലേക്ക് ചാരി വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്തോ ഒരു ബാഗ് എന്തോ ഒരു സാധനമുണ്ട്, അത് നമുക്ക് എടുക്കണം. അതാണ് നമ്മളുടെ ആവശ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ കയറും. എന്നിട്ട് അത് എത്തുന്നുണ്ടോ നോക്കും. അത് എത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് പോരും അല്ലേ. അവിടെ നിന്ന് എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ നിർത്തും. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറില്ലല്ലോ. ഇൻ കേസ് ഈ ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്ത സ്റ്റെപ്പിൽ കയറിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കും. അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തും. ഇനി അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ എത്ര സ്റ്റെപ്പ് ഉണ്ടോ അത് മുഴുവൻ കയറിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും ഈ ഏണി കൊണ്ട് എനിക്ക് എൻ്റെ കാര്യം നടക്കില്ല. ഇനി അതിലിടയ്ക്ക് ഈ സ്റ്റെപ്പ് ഏതെങ്കിലും ഈ ലാഡറിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ കയറിയപ്പോൾ എനിക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ വെച്ച് നിർത്താം. ഞാൻ അവിടെ വെച്ച് നിർത്തും. ഇതാണ് എന്ത് ലാഡറിൻ്റെ നമ്മളുടെ റിയൽ ലൈഫിലുള്ള ഒരു കൺസെപ്റ്റ്. അത് വെച്ചിട്ട് എൽസിഫ് ലാഡറിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഓരോരോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞില്ലേ, ഓരോരോ സ്റ്റെപ്പും ഓരോരോ കണ്ടീഷനാണെന്ന് വിചാരിക്കുക. എപ്പോഴാണോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് അവിടെ വെച്ച് എനിക്ക് നിർത്താം. ഇനി ഞാൻ എല്ലാ സ്റ്റെപ്പ് കയറിയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഏണി കൊണ്ട് പരിപാടി നടക്കില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെ ഞാൻ എല്ലാ കണ്ടീഷനും നോക്കും. എല്ലാ കണ്ടീഷനും നോക്കിയിട്ടും എൻ്റെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ എൽസിൻ്റെ ഉള്ളിൽ അത് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇഫ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എത്ര കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ ഒരു കണ്ടീഷൻ, 2, 3, പിന്നെ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് വരയിട്ടിട്ടുണ്ട്. അവിടെ എത്ര കണ്ടീഷൻ n, എത്ര കണ്ടീഷൻ വരെയും എഴുതാം. ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എഴുതുക ഇഫ് കണ്ടീഷൻ എന്നായിരിക്കും. ഇഫ് കണ്ടീഷൻ. പിന്നീട് അങ്ങോട്ട് എല്ലായിടത്തും എൽസിഫ് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഏറ്റവും ലാസ്റ്റ് മാത്രം നമ്മൾ എൽസ് എന്ന് എഴുതും. അതായത് ഇവിടെ സാധനമില്ല എന്ന് പറയുന്നിടത്ത് മാത്രം എൽസ് എന്ന് എഴുതും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ ഇൻറ്റ് a = 10 എന്ന് കൊടുത്തു. അതിൻ്റെ മീനിങ് എയിൽ 10നെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് അതിൻ്റെ മീനിങ്. ഞാൻ ചെക്ക് ചെയ്യാണ് AW = 20 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ മീനിങ് ഈ W= എന്ന് പറഞ്ഞ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. A 10 ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചെക്കിങ് നടക്കുക. 10 W = 20, 10 20ന് ഈക്വൽ ആണോ എന്നാണ് നോക്കുന്നത്. നമുക്കറിയാം 10 ഒരിക്കലും 20ന് ഈക്വൽ അല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ ഒരിക്കലും ഈ കണ്ടീഷൻ ട്രൂ ആവില്ല. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ ഫോൾസ് ആയാലും ഒരിക്കലും എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ നേരെ എവിടത്തേക്ക് വരേണ്ടി വരും? പുറത്തേക്ക് വരേണ്ടി വരും. പുറമേ വന്നപ്പോൾ അവിടെ എഗെയിൻ എൽസിഫ് AW = 30. അത് A ഉള്ളത് 10 ആണ്. 10W = 30. 10 എന്ന് പറഞ്ഞാൽ 30ന് ഈക്വൽ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ 10 30ന് ഈക്വൽ അല്ല. ഈ കണ്ടീഷനും ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ ഫോൾസ് ആയ സ്ഥിതിക്ക് എന്നെ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്കും കടക്കാൻ സമ്മതിക്കില്ല. ഞാൻ നേരെ തൊട്ട് താഴേക്ക് വരണം. താഴേക്ക് വന്നപ്പോൾ അവിടെ ഉള്ളത് AW = 70. അപ്പോൾ 10W = 70. 10 70ന് ഈക്വൽ ആണോ എന്നാണ്. 10 70നും ഈക്വൽ അല്ല. അപ്പോൾ ഈ കണ്ടീഷനും തെറ്റാണ്, ഫോൾസ് ആണ്. അപ്പോൾ ഞാൻ തൊട്ട് താഴേക്ക് വരണം. തൊട്ട് താഴെ എന്താ ഉള്ളത്? എൽസ് സോറി എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഹായ് എന്ന് പ്രിൻ്റ് ആവില്ല, ഹലോ എന്ന് പ്രിൻ്റ് ആവില്ല, ഗുഡ് എന്ന് പ്രിൻ്റ് ആവില്ല. കാരണം ഇത് ഫസ്റ്റത്തെ കണ്ടീഷൻ തെറ്റിപ്പോയി, രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റിപ്പോയി, ഈ കണ്ടീഷനും തെറ്റിപ്പോയി. അപ്പോൾ എല്ലാ കണ്ടീഷനും തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഏണി പറ്റില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ എഴുതുന്നതാണ് എന്ത്? എൽസ്. എൽസിൻ്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് എഴുതാൻ പാടില്ല? എൻ്റെ ഒരു കണ്ടീഷൻ എഴുതാൻ പാടില്ല, സോറി. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എന്താ വരിക? സോറി എന്നാണ് വരിക. ഓക്കെ, ഇനി ഇവിടെ A = 10ന് പകരം A = 30 എന്നായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കും. A = 30. അപ്പോൾ ഞാനൊരു പ്രാവശ്യം കൂടി നോക്കുകയാണേ. AW = 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30W = 20 ആണോ എന്ന് ഞാൻ നോക്കി. ആണോ? അല്ല. എൻ്റെ കണ്ടീഷൻ തെറ്റാണ്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഒരിക്കലും എന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഞാൻ നേരെ താഴേക്ക് വന്നു. താഴെ എന്താ ഉള്ളത്? എൽസിഫ് AW = 30. 30W = 30 ആണോ എന്നാണ് ഞാൻ നോക്കുന്നത്. യെസ്, ഈ കണ്ടീഷൻ ട്രൂ അല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ എന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തും. എനിക്ക് ഹലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഔട്ട്പുട്ട് അല്ല പ്രിൻ്റ് ചെയ്യുക, ഔട്ട്പുട്ട് സോറി അല്ല പ്രിൻ്റ് ചെയ്യുക, ഹലോ എന്നുള്ളതായിരിക്കും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക. അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എല്ലാ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തു, ഒരു കണ്ടീഷനും ട്രൂ ആയിട്ടില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എൽസിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് പ്രിൻ്റ് ആവും. എൽസിൽ എഴുതുന്നിടത്ത് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല.